മാടായിപ്പാറയിൽ വീണ്ടും തീപിടുത്തം. വൈകിട്ട് 3:30 തീപിടുത്തത്തിൽ പുൽമേടുകളും ജൈവവൈവിധ്യങ്ങളും കത്തിച്ചാമ്പലായി. ജൈവവൈവിധ്യങ്ങളുടെ കലവറയായ മാടായിപ്പാറയിൽ ഇന്ന് വൈകിട്ട് 3:30 തീപിടുത്തമുണ്ടായത്. മാടായിപ്പാറയിലെ മാടായിക്കാവ് ബസ് സ്റ്റോപ്പിന് പിറകുവശത്തായാണ് തീപിടുത്തമുണ്ടായത്. നിമിഷനേരം കൊണ്ട് പാറയിലെ അപൂർവമായ സസ്യങ്ങളും ജന്തുവൈവിധ്യങ്ങളും കത്തിച്ചാമ്പലായി. സാമൂഹ്യവിരുദ്ധർ തീയിടുന്നതാകാം അടിക്കടി തീപിടുത്തത്തിന് കാരണമാകുന്നതെന്ന ആക്ഷേപം ഉയരുന്നുണ്ട്. പയ്യന്നൂരിൽ നിന്നെത്തിയ അഗ്നിശമന സേനയാണ് തീയണച്ചത്. 10ലധികം തവണ ഇത്തവണ മാടായിപ്പാറയിൽ തീപിടുത്തമുണ്ടായി. പയ്യന്നൂരിൽ നിന്ന് കിലോമീറ്റർ സഞ്ചരിച്ചാണ് അഗ്നിശമന സേന എത്തുന്നത്. ഇത് തീ പടർന്നു പിടിക്കുന്നതിന് കാരണമാകുന്നു. ഒരു 20ഓളം ഫയർ കോളുകൾ ആകെ ഉണ്ടായിട്ടുണ്ട് സ്റ്റേഷനിൽ. പക്ഷെ അതിലൊരു 11ഓളം കോള് ഈ മാടായിപ്പാറയിൽ തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. അത് ഇതുപോലെ ഇങ്ങനെ പുല്ല് തീ പിടിച്ച് കത്തിക്കയറി കൂടുതലും കഴിഞ്ഞ 2 ദിവസങ്ങളിലൊക്കെ ഉണ്ടായ കോള് ഈ കോളേജ് പിള്ളേർ തന്നെ അവരും കൂടെ സഹായിച്ച കെടുത്തിയത്. പയ്യന്നൂർ ഫയർ സ്റ്റേഷനിലെ അസിസ്റ്റന്റ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ തോമസ് ഡാനിയലിന്റെ നേതൃത്വത്തിലാണ് തീയണച്ചത്. പയ്യന്നൂർ ഫയർ സ്റ്റേഷനിലെ പി വിജയൻ, അരുൺ കെ നമ്പ്യാർ, നന്ദകുമാർ എം, കലേഷ് വിജയൻ, സതീഷ് ടി കെ, ജിനോ ജോൺ എന്നിവരുടെ നേതൃത്വത്തിലാണ് തീയണച്ചത്. പഴയങ്ങാടി കേന്ദ്രീകരിച്ച് ഫയർ സ്റ്റേഷൻ വേണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി.